കൺവെൻഷൻ വേദികളിലും പരസ്യങ്ങളിലും ഒക്കെ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കുന്നു. സഭകളിൽ കടന്നുപോയി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വൻമഴയിൽ സഭയിലും വന്ന് ഫാസ്റ്റിംഗ് പ്രയറിന് അദ്ദേഹം ശുശ്രൂഷിച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ശുശ്രൂഷ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. പ്രിയ സാബുകളാണ് ടിജോ പാഷനെ ആദ്യം പരിചയപ്പെടുത്തി തന്നത്. സ്തോത്രം. നല്ല ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പം ഉണ്ട്. ദൈവദാസി ആമേൻ ഇപ്പോൾ ഒരു പാട്ടുപാടി നമ്മെ സഹായിക്കും. സ്തോത്രം. ആമേൻ. അതിനായിട്ട് ദൈവദാസിയെ ക്ഷണിക്കുന്നു. ഫാസ്റ്റ് മെസ്സേജ് ഇട്ടു. ഞങ്ങൾ നമ്മെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. ഓക്കെ. കർത്താവിന്റെ തന്നെ തിരുനാമം ഈ വൈകിയ വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂമ ഗോസ്ബൽ വോയിസ് നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ സൂം മീറ്റിംഗിൽ കുടുംബമായി ആയിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാമല്ലോ. യേശു രക്ഷിതാവൻ സ്വന്തമായതാ, ഞാനവൻ സന്താനമായി തീർന്നതാ, എന്തു ബോധമെന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താ, എന്തു ബോധമെന്റെ പാടും ഞാൻ സന്തോഷത്താ. രക്ഷാദാനമോ ആദ്യത്തെ മാധുര്യം, എന്നെ വീഴ്ത്തതോ എത്രയാശ്ചര്യം. രക്ഷാദാനമോ എത്ര മാധുര്യം, എന്നെ വീഴ്ത്തതോ എത്രയാശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. രക്ഷാദാനമോ ആദ്യത്ര മാധുര്യം, എന്നെ വീഴ്ത്തതോ ആദ്യത്രയാശ്ചര്യം. രക്ഷാദാനമോ ആദ്യത്ര മാധുര്യം, എന്നെ വീഴ്ത്തതോ ആദ്യത്രയാശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. രക്ഷകാ നിന്നിഷ്ടം നിറവേറ്റുവാൻ, നീക്കുക എന്നിഷ്ടം മുറ്റുമെൻ ഭാവാ. രക്ഷകാ നിന്നിഷ്ടം നിറവേറ്റുവാൻ, നീക്കുക എന്നിഷ്ടം മുറ്റുമെൻ ഭവാൻ. നടത്തന്നെ നിന്നൽ ഭൂതമാർഗത്തിൽ, പാലിക്കെന്നെ കൃപയാ. നടത്തന്നെ നിന്നൽ ഭൂതമാർഗത്തിൽ, പാലിക്കെന്നെ കൃപയാ. രക്ഷാദാനമോ ആദ്യത്ര മാധുര്യം, എന്നെ വീഴ്ത്തതോ. രക്ഷാദാനമോ ആദ്യത്ര മാധുര്യം, എന്നെ വീഴ്ത്തതോ ആശ്ചര്യം. കർത്തൻ സ്വന്തമായി ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി ഞാൻ നന്ദിയാ. രക്ഷിതാവൻ സ്വന്തമായതാ, ഞാനവൻ സന്താനം ആയി തീർന്നതാ. രക്ഷിതാവൻ സ്വന്തമായതാ, ഞാനവൻ സന്താനം ആയി തീർന്നതാ. എന്തു ബോധമെന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താ. എന്തു ബോധമെന്റെ പാടും ഞാൻ സന്തോഷത്താ. രക്ഷാദാനമോ ആദ്യത്ര മാധുര്യം, എന്നെ വീഴ്ത്തതോ ആദ്യത്രയാശ്ചര്യം. രക്ഷാദാനമോ ആദ്യത്ര മാധുര്യം,
എന്നെ വീണ്ടതോ ആശ്ചര്യം, ഭക്തൻ സ്വന്തമായി ഞാൻ ഭക്തൻ സ്വന്തമായി എന്നെ തീർച്ചതാ ഞാൻ നന്ദി, ഞാൻ ഭക്തൻ സ്വന്തമായി ഞാൻ നന്ദി. ആമേൻ. ആമേൻ. കരം ഉയർത്തി ആമേൻ. നല്ല കാലത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ ആത്മനിയമം പോലെ ശുശ്രൂഷിക്കും. സിസ്റ്റർ പാടി ഇപ്പൊ ഇടയ്ക്കൊന്ന് വിട്ടായിരുന്നു കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നുണ്ട്. അപ്പം അത് വൈഫൈയുടെ കംപ്ലൈന്റ് ആണോ എന്നുള്ളത് അറിയത്തില്ല, നെറ്റിന്റെ. ഓക്കെ, ഞാനൊന്നുകൂടെ ചെക്ക് ചെയ്തോളാം, ക്ലിയർ ചെയ്തോളാം. ഓക്കെ ഓക്കെ. ഞാനിപ്പം പറഞ്ഞ വോയിസ് ഓഡിയോ ആണല്ലോ. ഓക്കെ. കർത്താവിന്റെ ധന്യ പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക യോഗത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂബാങ്ക് ഗോസ്പൽ വോയിസിന്റെ നേതൃത്വത്തിൽ മിക്ക ദിവസങ്ങളും നടത്തപ്പെടുന്ന വചന സന്ദേശവും അപ്പോൾ തന്നെ ആത്മീക ഉണർവുകളെ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക കൂട്ടായ്മയുടെ ഭാഗമായി ഇന്ന് ശുശ്രൂഷിപ്പാൻ ലഭ്യമായ അവസരത്തെ ഞാൻ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഏറെ ബഹുമാനായ കർത്തദാസൻ പാസ്റ്റർ ജോസ് ജി തേവലക്കര അവர்கள், അപ്പോൾ തന്നെ വളരെ പരിചയപ്പെട്ട ആ നിമിഷം മുതൽ വളരെ സ്നേഹവും ആദരവും ഒക്കെ നൽകുന്നു. ഒക്കെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. വിശേഷിച്ച് പ്രിയ മൈനാട് സാബുങ്ങളാണ് എനിക്ക് പ്രിയ പാസ്റ്റർ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ എനിക്ക് വൻവഴിയിൽ വരുവാൻ ഇടയായി തീർന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്ററെ സെക്ഷനിലും വരുവാൻ കർത്താവ് സഹായിച്ചു. 1-2 മീറ്റിങ്ങുകൾക്ക് ഞാൻ അങ്ങനെ റാന്നി സെക്ഷനാന്ന് ഞാൻ അന്നാണ് അറിഞ്ഞത്. CV എബ്രഹാം പാസ്റ്റർ ഒരു പുതിയ പൈനീർ വർക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ, അവിടെ 2 ദിവസം മീറ്റിംഗ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ പ്രിയ വാത്സല്യമുള്ള ആന്റിമാർ, ദൈവമക്കൾ എല്ലാവർക്കും ധന്യനും അതിനും ആരാധനുമാകുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എന്റെ നിസ്തുല്യമായ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു തിരുവെഴുത്ത് നിങ്ങളുമായി പങ്കുവെപ്പാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വേദവാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വേദവാക്യങ്ങൾ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദസൂക്തമാണ് നാം വായിച്ചത്. എനിക്ക് നന്നായിട്ട് അറിയാം, ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ വചനം നന്നായിട്ട് അറിയുന്നവരാണ്. അപ്പോൾ തന്നെ കർത്താവിൽ നിന്ന് പ്രാപിപ്പാനുള്ള വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരാണ് എന്ന നല്ല ബോധ്യമുണ്ട്. അല്പ നിമിഷങ്ങൾ ഞാൻ ഈ ഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ലൂക്കോസിനാൽ എഴുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട 2 പുസ്തകങ്ങളാണ്. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷവും 2 അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകവും. 2 തെയോഫിലോസിന് വേണ്ടി എഴുതുന്നു എന്നൊക്കെ നമുക്ക് അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ കാണുമ്പോൾ വായിക്കുകയും കേൾക്കുകയും അറിയുവാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പെന്തക്കോസ്ത് നാൾ മുതൽ പെന്തക്കോസ്തിന്റെ ഉത്ഭവശേഷം എന്ന് തന്നെ നമുക്ക് പറയാം, അതിന് ശേഷമുള്ള ഏകദേശം 30-ൽ പരം വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന, ചരിത്രത്തെ നമ്മിലേക്ക് വെളിപ്പെടുത്തി നൽകുന്ന മനോഹരമായൊരു പുസ്തകമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം. എപ്പോഴും വായിക്കും തോറും ഒത്തിരി സന്തോഷം തോന്നാറുള്ള ഒരു പുസ്തകമാണ്.
ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അതുകൊണ്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട് പറയാണ്, എല്ലാവരും പ്രയാസം എന്ന് പറയുന്ന പുസ്തകങ്ങൾ ലേഖനങ്ങളാണ്. വിശേഷി പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വളരെ പ്രയാസകരമാണെന്ന് പലരും പറയാറുണ്ട്, റോമാലേഖനം. ഞാൻ നിങ്ങൾ ആരെങ്കിലും ദൈവവചനം പഠിക്കാൻ താല്പര്യപ്പെടുന്ന പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു ബുദ്ധിോപദേശം നൽകാം. വചനത്തിൽ കൂടി പ്രാരംഭമായി ലേഖനം പഠിക്കുന്നവർക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴി ഉണ്ടെങ്കിൽ അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 28 അധ്യായം ഏകദേശം പഠിക്കുന്ന ഒരു ദൈവജനെ സംബന്ധിച്ചിടത്തോളം ലേഖനങ്ങൾ വളരെ എളുപ്പമാണ്. ലേഖനങ്ങളുടെ പശ്ചാത്തലം നമുക്ക് ഏകദേശം കിട്ടുവാനിടയായിട്ട് അങ്ങനെ പഠിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രചോദനത്തിനായി ഞാൻ ആ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പോട്ടെ, ഞാൻ വചന ഭാഗത്തേക്ക് വരികയാണ്. 1-ാം അധ്യായത്തിലെ രണ്ട് വചനഭാഗമാണ് നാം വായിച്ചത്. ഈ പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം നമുക്കറിയാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഹെഡിങ്ങിൽ പറയുന്നത് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് എന്നാണ്. സത്യത്തിൽ അപ്പോസ്തലന്മാർക്ക് സ്വതവേ ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ വായിച്ചത് ദി ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് വായിക്കാൻ കഴിയും. സത്യത്തിൽ അപ്പോസ്തലന്മാരല്ല പ്രവർത്തിച്ചത്, അവരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവായിരുന്നു. ഇന്ന് പലരുടെയും പ്രശ്നം, ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ദൈവത്തിന് വലിയൊരു മാസ്റ്റർ പ്ലാൻ എന്നെ പറ്റിയും നിങ്ങളെ പറ്റിയും ഉണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെ പറ്റി ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ലക്ഷ്യബോധം തെറ്റിയവർ ഇനി നാളത്തെ ഭാവി എന്താകുമെന്ന് വിവിധ നിരാശകൾ ചിന്തകളൊക്കെ ഭരിക്കുന്ന ഒത്തിരി പേർ, ഒരു പക്ഷെ മാനസിക സംഘർഷങ്ങൾ കൂടെയൊക്കെ കടന്നു പോകുന്നവർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. ഞാൻ എല്ലാവരോടും ഞാൻ പ്രാരംഭമായി പറയാം, നിങ്ങളെപ്പറ്റി ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശവും ആ വാഗ്ദത്ത നിവൃത്തിയും പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. 12 ശിഷ്യന്മാരെ പഠിച്ചാലും അപ്പോസ്തലന്മാരെ പഠിച്ചാലും ഇനി പൗലോസിനെ പറ്റി പഠിച്ചാലും ഒക്കെ നാം പരിശോധിച്ചാൽ അവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാരും സ്വതവേ ചെയ്തതല്ല, അവരിൽ പ്രവർത്തിച്ചൊരു പരിശുദ്ധാത്മാവിന്റെ ക്രിയയുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നു ആ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുന്ന, ആ പരിശുദ്ധാത്മാവിനെ എന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാത്രമാക്കി മാറ്റണമേ എന്ന് എത്ര പേർ താല്പര്യപ്പെടുന്നു? നിങ്ങളിൽ കൂടി നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ സഭകളിൽ നിങ്ങളൊരു പുതിയ ഉണർവിലേക്ക് നയിക്കാൻ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ടെന്ന് ഞാൻ പ്രാരംഭമേ തന്നെ വചനത്താൽ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഇവിടെ അപ്പോസ്തലന്മാർ സ്വതവേ പ്രവർത്തിച്ചതല്ല, അവരിൽ വ്യാപരിച്ചൊരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കും കാലത്തോളം നമ്മിൽ കൂടി വലിയ പദ്ധതി നടപ്പാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ വായിച്ച വേദവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഞാൻ പ്രാരംഭമായി ഒരു സന്ദേശം കൂടി ഞാൻ നിങ്ങളോട് ഈ പുസ്തകത്തെ മുൻനിർത്തി പറയാം. പ്രധാനമായി 2 അപ്പോസ്തലന്മാരെ പറ്റിയാണ് സത്യത്തിൽ ഈ പുസ്തകം പ്രതിപാദിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി അപ്പോസ്തലന്മാരുണ്ടെങ്കിലും പ്രധാനമായി 2 അപ്പോസ്തലന്മാരെയാണ് പറയുന്നത്. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ പത്രോസ് എന്ന അപ്പോസ്തലനെ പറ്റിയാണ്, പത്രോസിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെയാണ്. ഇനി 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ പൗലോസ് എന്ന അപ്പോസ്തലനാൽ നിർവഹിക്കപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ 2 പേർ, പത്രോസും പൗലോസും. പത്രോസിന്റെ പ്രവർത്തന പരിധി മുഴുവൻ യെരുശലേം കേന്ദ്രീകരിച്ചായിരുന്നു അക്കാലത്ത്. പൗലോസ് അന്ത്യോക്യയും തന്റെ പിന്നെ മിഷണറി പ്രവർത്തന യാത്രകളും ഒക്കെ അതിന്റെ ഭാഗമായിരുന്നു. ഞാൻ ഇന്ന് കൂടപ്പെട്ട ദൈവമക്കളോട് ഞാൻ പ്രാരംഭമായി ഇങ്ങനെ ഒരു സന്ദേശം പറയട്ടെ. പത്രോസിന്റെ പ്രസംഗത്തിലും പൗലോസിന്റെ പ്രസംഗത്തിലും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ജനങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പക്ഷെ ഇവർ ഉത്തരം കൊടുത്തപ്പോൾ 2 ഉത്തരവാണ് ഇവർ കൊടുത്തത്. ജനമെല്ലാം കൂടി പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ചോദിച്ചു, ഞങ്ങൾ രക്ഷപ്പെടാൻ, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഉദ്ധാരണം കൊള്ളാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അവരോട് പറയുന്നൊരു ഉത്തരം നിങ്ങൾ ശ്രദ്ധിക്കണം. 2-ാമത്തെ 38-ാം വാക്യമാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം.
ഇനി 16-ാം അധ്യായത്തിലേക്ക് വന്ന പൗലോസിനോട് കാരാഗൃഹപ്രമാണി ചോദിക്കുകയാണ്, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന്, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസ് ഉത്തരം കൊടുക്കുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ. രണ്ടുപേർക്കും രക്ഷ ആവശ്യമാണ്. പക്ഷെ രണ്ടുപേരും പറഞ്ഞ രണ്ട് ഉത്തരവാണ്. പത്രോസ് പറയാണ് നിങ്ങൾ വാഴുന്നത്, പൗലോസ് പറയുന്നത് വിശ്വസിക്കണം. സത്യത്തിൽ ഏതാണ് ശരി? സത്യത്തിൽ ഇത് രണ്ട് ശരിയാണ്. കാരണം പത്രോസ് പ്രസംഗിക്കുന്ന യെരുശലേമാണ്. അവർക്ക് വചനം അറിയാം, വചനം അവർ കേട്ടവരാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പല വഴിയില്ല, നിങ്ങൾ മാനസാന്തരപ്പെട്ടോണം. രക്ഷിക്കപ്പെടാത്ത അക്രൈസ്തവന്റെ മുമ്പിൽ പൗലോസ് പ്രസംഗിക്കുമ്പോൾ അവര് ചോദിക്കുകയാണ്, ഞാൻ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, നമുക്ക് രക്ഷ നൽകാൻ, നമ്മെ ഉദ്ധരിപ്പാൻ, നമ്മെ വിടുവിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ നമുക്ക് അവരോട് ധൈര്യമായി പറയണം, നിങ്ങൾ വിശ്വസിക്കണം യേശുവിൽ, യേശു നിങ്ങൾ വലിയ രൂപാന്തരം വരുത്തും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ നമ്മൾ ഏത് വിഷയത്തിലാണോ തകർന്നിരിക്കുന്നത് അവിടെ നമുക്കൊരു മാനസാന്തരം അനിവാര്യമാണ്. ഓട്ടെ, ഞാൻ ഈ വളരെ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈ ഭാഗങ്ങളെ മുൻനിർത്തി നമുക്ക് അല്പനേരം ധ്യാനിക്കാം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഇങ്ങനെ പറയട്ടെ, കഷ്ടത നമ്മെ തകർക്കാനല്ല, അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്നെ ഇല്ലാതാക്കാനല്ല, എന്നെ ചിലയിടങ്ങളിൽ എന്നെ പ്രത്യക്ഷമായി നിർത്താൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രിയിൽ ആര് വിശ്വസിക്കുന്നോ അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു പ്രത്യക്ഷത നൽകും, ഉറപ്പായ സത്യമാണ്. ഇവിടെ പറയാണ് അവൻ കഷ്ടം അനുഭവിച്ച ശേഷം. അപ്പം എന്തിനും ഒരു ശേഷം ഒരു കാലയളവുണ്ട്. ആ കാലയളവിൽ അവൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനവധി അവർക്ക് കൊടുക്കുകയാണ്. ഇതിനകത്ത് ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്റെ മാത്രമല്ല, ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ആകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, എന്റെ നിങ്ങളുടെ ദൈവം ജീവിച്ചിരിക്കുന്നു തെളിയിക്കാൻ, നമ്മളിൽ കൂടി തെളിയിക്കാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ഒരുങ്ങുന്ന എത്ര ഹൃദയമുണ്ട്, അതിനു വേണ്ടി ഒരുക്കമുള്ള എത്ര ദൈവമക്കളുണ്ട്, അവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവരിൽ കൂടി പുതിയതൊന്ന് പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തരായ ദൈവമാണ്. ഇനിയൊരു കാര്യം പറയാം, ഈ കഷ്ടത്തിന് ശേഷം ബൈബിൾ പഠിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിവിധ പ്രത്യക്ഷതകൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ പ്രത്യക്ഷതകൾ പഴയ നിയമം പഠിച്ചാലും പുതിയ നിയമം പഠിച്ചാലും വിവിധ പ്രത്യക്ഷതകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇനി ഞാനതൊരു ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം, നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക്. ഉൽപ്പത്തി പുസ്തകം 17-ാമത് അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി. അപ്പൊ അബ്രാമിന് പ്രത്യക്ഷനായത് എപ്പോഴാണ്? 99 വയസ്സായപ്പോൾ. ഇനി 18-ാം അധ്യായം അബ്രഹാമിന് 18-1. അനന്തരം യഹോവ അവനെ മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. നോക്കിക്കേ, അബ്രഹാം എന്ന വ്യക്തിക്ക് വേണ്ടി ഒരു വാഗ്ദത്തം, ഞാൻ ദൈവത്തോട് പറയട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തം ഒരുപക്ഷെ ദൈവം പലരിൽ കൂടി ദൈവം നമ്മെ കേൾപ്പിക്കും. കാരണം അത് നമ്മെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ആലോചനകൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ കൂടി പല ദൈവദാസന്മാർ നിങ്ങളോട് ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായി വിശ്വസിച്ചോ, ദൈവം അത് നിങ്ങളെ ഉറപ്പിക്കുകയാണ്. ഇന്ന് എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല എന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ട, നിങ്ങൾ ഉറച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു സന്ദർശനത്തിന്റെ ഒരു സന്ദർഭം ഒരുക്കും. 17-ാം അധ്യായത്തിൽ പറയുകയാണ്, അബ്രഹാം 99 വയസ്സായപ്പോൾ പ്രത്യക്ഷനായി. ദൈവമക്കളെ, ദൈവത്തിന് പ്രത്യക്ഷപ്പെടണമെങ്കിൽ പ്രായം നമുക്ക്
സന്ദർഭം അറിയാം. എന്തുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്? ഒരാൾക്ക് പ്രത്യക്ഷനാകുമ്പോൾ വയസ്സ് പറയേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് വയസ്സ് എടുത്തു പറഞ്ഞ അദ്ദേഹത്തിന് പ്രത്യക്ഷനാകുന്നത്? ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ശമൂവേൽ ബാലനായിരുന്നപ്പോൾ പ്രത്യക്ഷപ്പെട്ടില്ലേ? ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയും, ഇടയ്ക്ക് വിട്ടുപോകുന്നുണ്ട് പാസ്റ്ററെ, ഇടയ്ക്ക് വിട്ടുപോകുന്നുണ്ട്. വാചകം നമുക്ക് കംപ്ലീറ്റ് കിട്ടുന്നില്ല. ഓക്കെ 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 ഇപ്പൊ കേൾക്കാവോ? നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. കർത്താവിന്റെ പോയിട്ടില്ല, കയറി വരും. ഓക്കെ. പോഷിപ്പിക്കാ പത്യവചനമാം ചേരത്താലെന്നെ. തുടർന്നോ പാസ്റ്റർ. ഓക്കെ. എനിക്ക് എന്തോ നെറ്റിന് പ്രശ്നമുണ്ട് ഇവിടെ. ചെറിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്. ഇപ്പൊ അതിന്റെ വല്ലതും അഴിക്കും. ഓക്കെ. അപ്പം നമ്മൾ ചിന്തിച്ചു വന്നത്, ദൈവത്തിന് പ്രായം ഒരു വിഷയം അല്ല. പ്രത്യക്ഷപ്പെടാൻ ദൈവത്തിന് പ്രായം ഒരു വിഷയം അല്ല. കാരണം അതുകൊണ്ടാണ് 99 വയസ്സുള്ള അബ്രഹാമിന് എന്ത് ചെയ്തത്? ഇനി ശമൂവേൽ ബാലന് പ്രത്യക്ഷനായി. ദൈവത്തിന്റെ പ്രത്യക്ഷത വിവിധ കാലയളവുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ദൈവമക്കളോട് പറയാം, പ്രായമായതുകൊണ്ട് ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സമൊന്നുമില്ല. നമുക്കാണ് ചിന്തിക്കും, ഞാൻ ഇത്രയൊക്കെ പ്രായമല്ലേ, ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ദൈവത്തിന് ഒരാളെ ഉപയോഗിക്കാൻ പ്രായം ഒരു വിഷയമല്ല. ഇന്ന് രാത്രിയിൽ എത്ര പേർ ചിന്തിക്കുന്നു, എന്നിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ വിഷയമല്ല. എന്നെ അലട്ടുന്ന ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ എനിക്ക് വിഷയമല്ല. എന്റെ ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കാൻ അതൊന്നും ഒരു തടസ്സമുള്ള കാര്യമല്ല. അങ്ങനെ ചിന്തിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രത്യക്ഷത ഒരുപക്ഷെ ഈ രാത്രി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവത്തിന്റെ വാഗ്ദത്തമായി വെളിപ്പെടാൻ അത് എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു? ദൈവമേ, എന്റെ ഈ വിഷയത്തിന്റെ മേൽ, ഞാൻ ഞരങ്ങുന്ന ഈ വിഷയത്തിന്റെ മേൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിന്റെ മേൽ അങ്ങനെ ഒന്ന് അങ്ങയുടെ പ്രത്യക്ഷത എനിക്ക് അനിവാര്യമാണെന്ന് എത്ര പേർ താല്പര്യപ്പെടുന്നു? അവൻ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് വാഗ്ദത്തം. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം വാഗ്ദത്തം തന്നെ. അത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. ഓട്ടെ. അപ്പൊ 18-ാം അധ്യായത്തിൽ വീണ്ടും പ്രത്യക്ഷനാകുകയാണ് മമ്മറയുടെ തോപ്പിൽ വെച്ച്. 18-ാം അധ്യായത്തിലും പ്രത്യക്ഷനാകുകയാണ്. ഇതിനു വേണ്ടി വാഗ്ദത്തത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്. ഒന്നിൽ കൂടുതൽ തവണ തന്നെ ഉറപ്പിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഈ ഭാഗമൊക്കെ ഓർപ്പിച്ചെന്നറിയാമോ? ദൈവം പ്രത്യക്ഷപ്പെടുന്നത് വാഗ്ദത്തം അറിയിക്കാൻ വേണ്ടിയാണ്. എന്നാൽ വാഗ്ദത്തം അറിയിക്കാനന്തരം ദൈവം ഒരു സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ ഒന്നും കൂടി വിവരിക്കുക. പ്രത്യക്ഷ ദൈവത്തിന്റെ വാഗ്ദത്തം അറിയിക്കാൻ വേണ്ടിയാണ്.
എന്നാൽ സന്ദർശനം അതിന്റെ നിവർത്തിക്ക് വേണ്ടിയാണ്. പ്രിയരെ, ദൈവം നമ്മളോട് പ്രത്യക്ഷപ്പെട്ടു വാഗ്ദത്തം അറിയിച്ചിട്ട് പോകുന്ന ഒരു ദൈവം മാത്രമല്ല, അറിയിച്ച വിഷയത്തിന്റെ നിവർത്തിക്ക് വേണ്ടി അവൻ നമ്മെ സന്ദർശിക്കും. ഉറപ്പ്. സങ്കീർത്തനത്തിൽ പറയണം, അവൻ ഭൂമിയെ സന്ദർശിച്ചെന്ന്. എല്ലാ ദൈവം ഭൂമിയെ മാത്രമല്ല, നമ്മെ സന്ദർശിക്കുന്ന ദൈവമാണ്. വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് വേണ്ടി ഭൂമി പാഴും ശൂന്യമായിരുന്നപ്പോൾ ഭൂമിയെ സന്ദർശിച്ചിട്ട് ഇല്ലാതാക്കുകയും മങ്ങിക്കിടന്നതിനെ മുളപ്പിക്കുകയും ചെയ്തു. എന്താണ് അതിന്റെ പ്രത്യേകത? ദൈവത്തിന്റെ സന്ദർശനം നിവർത്തിക്ക് വേണ്ടിയാണ്. 17ഉം 18ഉം അധ്യായങ്ങളിൽ പ്രത്യക്ഷപ്പെടലാണ് അബ്രാമിന് ഉണ്ടായത്. 17ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അബ്രാം കവിന് വേണ്ടി ജനിച്ചതാണ്. 18 ഒരുപക്ഷെ നമ്മൾക്ക് വേണ്ടി ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റുള്ളവരൊക്കെ അറിഞ്ഞെന്ന് വന്നേക്ക്. പക്ഷെ ദൈവത്തിന്റെ സന്ദർശനം ആരും അറിയില്ല. അപ്പൊ ദൈവം മാത്രമല്ല, പ്രത്യക്ഷപ്പെടുന്നത് വാഗ്ദത്തത്തിനാണെങ്കിൽ നമ്മെ സന്ദർശിക്കുന്നതിന്റെ നിവർത്തിക്ക് വേണ്ടിയാണ്. അബ്രാമിനെ സന്ദർശിച്ചോ? സാറയെ സന്ദർശിച്ചു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 21-1. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. നോക്കിക്കേ, അവിടെ പറയാണ്, അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. 17ഉം 18ഉം അധ്യായത്തിൽ പ്രത്യക്ഷതയാണെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പ്രത്യക്ഷത വാഗ്ദത്തം അറിയിക്കാൻ വേണ്ടിയാണ്. എന്നാൽ 21-ാം അധ്യായത്തിൽ പ്രത്യക്ഷതയല്ല, സന്ദർശനമായിരുന്നു. എന്തിനു വേണ്ടി? അവിടെ പറയാണ്, താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അപ്പോൾ സന്ദർശനത്തിൽ എന്തുണ്ടായി? നിവർത്തിയുണ്ടായി. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് പറയും, ഈ ദൂത് പറയാനാണ് ദൈവാത്മാവിനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ആത്മീക സന്ദേശം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രത്യക്ഷതയെങ്കിൽ കേൾക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ആരും ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നവരായിക്കൊള്ളട്ടെ, എന്റെ ദൈവത്തിന് അതൊരു വിഷയമല്ല. പ്രത്യക്ഷതയിൽ വാഗ്ദത്തം കൈമാറിയ ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു നല്ല ശുഭദിനമുണ്ട്. നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു മഹൽ ദിനമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം എന്നെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്? ആ സന്ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഞാൻ അവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നിങ്ങളോട് വാഗ്ദത്തം അറിയിച്ചത് വെറുതെയല്ല. സന്ദർശനത്തിന് അറിയിച്ചപ്പോൾ പലരും കേട്ടിട്ടുണ്ട്. അബ്രഹാം കേട്ടു, സാറ കേട്ടു, പക്ഷെ സന്ദർശനം അവരാ സന്ദർശിക്കും. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൂതും ആലോചനയും ഒക്കെ പലര് കേൾക്കുകയായിരിക്കും കേട്ടിട്ടുള്ളത്. പക്ഷേ ആ വിഷയം എത്ര പേർ വിശ്വസിച്ചിട്ട് എന്നെ ഇന്ന് ഞാൻ ദൈവമക്കളോട് ഇങ്ങനെ പറയട്ടെ, പ്രിയരെ, ദൈവം സന്ദർശിക്കും, നിശ്ചയമാണ്. പക്ഷെ നമ്മൾ വില കൊടുക്കണം. വില കൊടുക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ 5ഉം 12ഉം അധ്യായം ഈ കാരാഗ്രഹത്തിൽ കിടന്ന 3 സന്ദർഭങ്ങൾ, 3 അധ്യായമാണ്. 1 5-ാമത് അധ്യായം, 2 12-ാമത് അധ്യായം, 3 16-ാമത് അധ്യായം. 3 അധ്യായത്തിലാണ് കാരാഗ്രഹത്തിൽ കിടന്ന സന്ദർഭങ്ങൾ. 5ഉം 12ഉം ഒക്കെ അധ്യായം നിങ്ങൾ പരിശോധിക്കുമ്പോൾ, വിശേഷിച്ച് 12-ാം അധ്യായം പരിശോധിക്കുമ്പോൾ, പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അറിയണം, ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ വന്നു.
ദൈവത്തിന്റെ ദൂതനാണ് കാരാഗ്രഹത്തിൽ വന്നത്. സത്യത്തിൽ പത്രോസ് നല്ല ഉറക്കമായിരുന്നു കാരാഗ്രഹത്തിൽ. പത്രോസ് നല്ല ഉറക്കമായിരുന്നു കാരാഗ്രഹത്തിൽ. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിൽ വന്നു, പത്രോസിനെ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ച് നടത്തി 1-ാം വാതിലും 2-ാം വാതിലും ഒക്കെ കടത്തി ഇങ്ങ് പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ പത്രോസ് ഉറക്കത്തിലായിരുന്നു. ആര് പറഞ്ഞു? വേറെ ആര് പറഞ്ഞില്ല. ഉറക്കം പോലെയായിരുന്നു ഇതൊക്കെ സംഭവിച്ചത്. രാവിലെ കാവൽക്കാരെ നോക്കുമ്പോൾ പത്രോസിനെ കാണുന്നില്ല. ആ ഘട്ടത്തിലാണ് ആ അവിടുത്തെ ന്യായാധിപ സംഘങ്ങൾ അക്കാലത്ത് കാവൽ നിന്നവരൊക്കെ ശിക്ഷിക്കുകയുണ്ടായി. 12-ാം അധ്യായത്തിൽ നമുക്കറിയാം. ഇനി 16-ാം അധ്യായത്തിൽ പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നു. നിങ്ങൾ അറിയണം കേട്ടോ, 16-ാം അധ്യായത്തിലാണ് പൗലോസിന്റെ കാരാഗ്രഹ ജീവിതം. പൗലോസ് ശീലാസൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവിടെ എടുത്തു പറയാണ്, അവർ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നായിരുന്നു. പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. 12-ാം അധ്യായത്തിൽ കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസ് ഉറക്കമായിരുന്നു. ഉറങ്ങിക്കിടന്നവനെ ദൂതൻ വന്നാണ് മോചിപ്പിക്കുന്നത്. പക്ഷേ ദൈവം ദൂതനെ 16-ാം അധ്യായം പൗലോസിനെ മോചിപ്പിക്കാൻ വിട്ടിട്ടുണ്ടായേക്കാം. പൗലോസിനെ മോചിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ദൂതൻ നോക്കിയപ്പോൾ ഇവിടെ തകർത്താരാധന നടക്കുകയാണ്. തകർത്താരാധന. മെറ്റയെടുത്ത് പത്രോസ് ഉറങ്ങുമ്പോൾ ഇവിടെ പൗലോസ് കാരാഗ്രഹത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് ദൈവം ഒരു ദൂതനെ അല്ല വിട്ടത്. ദൈവം താൻ ഇറങ്ങി വന്ന് കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്ന് എല്ലാവരുടെയും ചെങ്ങല അഴിഞ്ഞു വീണു. ഞാൻ ഓർപ്പിച്ചതിന്റെ കാര്യം പറയണ്ടേ, ഉറങ്ങിക്കിടന്നവന് വേണ്ടി ദൂതനെ അയച്ച് വിടുവിച്ചെങ്കിൽ ദൈവത്തെ ആ പ്രതിസന്ധിയുടെ നടുവിൽ പാടി സ്തുതിച്ചവന് വേണ്ടി കേവലം ഒരു ദൂതനെ മാത്രമല്ല അയച്ചത്, എന്റെ ദൈവം ഇറങ്ങി വന്നവരെ വിടുവിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? എന്റെ വിഷയത്തിൽ കേവലം ഒരു ദൂതനെ മാത്രം വിടുന്നവനല്ല, അവൻ തന്നെ ഇറങ്ങി വന്ന് എന്നെ മോചിപ്പിപ്പാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. 5-ാം അധ്യായത്തിൽ കാവൽക്കാർ അറിയില്ല. 5-ാം അധ്യായത്തിൽ കൂടെ കിടന്ന കൊണ്ടുവരുമ്പോ 16-ാം അധ്യായത്തിൽ പൗലോസിന് ദൈവം കൊടുക്കുന്ന വിടുതൽ ആർക്കറിയാം? മറ്റുള്ളവർക്ക് എല്ലാവരും കാണുകയാണ്. എന്റെ ദൈവമക്കളെ എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി പാടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കളെ, ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതം ആരും അറിയാതെയല്ല, മറ്റുള്ളവർ കാണുക തന്നെ നിനക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യുക. എന്റെ ദൈവം മതിയായ ദൈവമാണെന്ന് ഞാൻ വചനത്തിൽ കൂടി ആലോചന വിളിച്ചു പറയുമ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നു? മറ്റുള്ളവർ കാണുക. എനിക്ക് വിടുതൽ ലഭിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ ആരാധിക്കുന്നവർക്കും കൂടി അതിന്റെ വിടുതലുണ്ടാകും. എനിക്ക് സൗഖ്യം കിട്ടുമ്പോൾ എനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും വേണ്ടി പകരുന്ന ഒരു എത്ര ദൈവമക്കൾ താല്പര്യപ്പെടുന്നു? അവർ ഞാൻ ഓർപ്പിച്ചതിന്റെ സത്യം ഇത്ര മാത്രമേ ഉള്ളൂ. പ്രത്യക്ഷപ്പെട്ടാൽ ദൈവത്തിനൊരു സന്ദർശനമുണ്ട്. ഞാൻ ഒറ്റ സന്ദർഭം കൂടി പറഞ്ഞ ചില വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാം. കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ കഷ്ടത മാത്രമല്ല, കഷ്ടതയ്ക്ക് ശേഷം ഒരു പ്രത്യക്ഷതയുണ്ട്. ഞാൻ ദൈവത്തോട് പറയട്ടെ, ഇന്നത്തെ പ്രതിസന്ധി കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളെ അപഹസിക്കുന്നുണ്ടായേക്കാം, മറ്റു പലതും നമ്മെ പറ്റി പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ടായേക്കാം. ധൈര്യത്തോടെ മൗനമായിട്ടിരിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കാരണം ഈ കഷ്ടതയ്ക്ക് ശേഷം എന്നെ പ്രത്യക്ഷപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. കാരണം അതിനെല്ലാം നമ്മുടെ മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നോക്കിക്ക് എന്തെല്ലാം കഷ്ടം അനുഭവിച്ചു. ഗദസമനെ പിടിക്കപ്പെട്ടവൻ, ഗവത എന്ന പീലാത്തോസിന്റെ കൽത്തലത്തിൽ വിസ്തരിക്കപ്പെട്ട അനന്തരം അങ്ങ് ഹന്നാവിന്റെയും കയ്യഭാവിന്റെയും സംഘത്തിന്റെയും പീലാത്തോസിന്റെയും ഹെരോദാവിന്റെയും വീണ്ടും പീലാത്തോസ് പിന്നീട് ഒരു ജനകീയ കോടതി ഒന്നുകൂടെ 40 അടി 3 വട്ടം കൊണ്ടു. അങ്ങ് പുറം ഉടുവുചാല് പോലെ കീറപ്പെട്ടു. മുഖത്തെ രോമകൂപങ്ങൾ പിഴുതെറിയപ്പെട്ടു. അങ്ങനെ വേച്ചും വിറച്ചുകൊണ്ട് എന്റെ നാഥൻ കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവകാശങ്ങൾ, ആക്രോശങ്ങൾ പലതും കേട്ട് എന്റെ കർത്താവ് പോകുകയാണ്. ലോകം വിചാരിച്ചു ഗോൽഗോത്തയുടെ നിറയിൽ എന്റെ കർത്താവിനെ ക്രൂശിച്ചനന്തരം അരിമത്തിക്കാരൻ യോസഫിന്റെ കല്ലറയിൽ കൊണ്ടുവച്ചപ്പോൾ അവർ വിചാരിച്ച് കഷ്ടതയ്ക്ക് അവസാനമായെന്ന്.
അവർ ചിന്തിച്ചു ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് ചിന്തിച്ചു. കാരണം കഷ്ടതയ്ക്ക് ശേഷം ഇനി ഒരു ജീവിതമില്ലെന്ന് അവരൊക്കെ വിധി എഴുതിയപ്പോ അരിമത്തിക്കാരൻ യോസഫിന്റെ കല്ലറയിൽ തീരേണ്ടതല്ല എന്റെ യേശുവിന്റെ ജീവിതം അവനെ തോൽപ്പിച്ചുകൊണ്ട് ഉയർക്കുന്ന ഒരു സുന്ദര നിമിഷമുണ്ടെന്ന് അവർ കാണുകയും വെച്ചുകൊണ്ട് കല്ലുരുട്ടി വെച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് മൂന്നാം നാൾ എന്റെ യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ കഷ്ടം അനുഭവിക്കുന്ന നമ്മെ ഇല്ലാതാക്കാനല്ല, ചില ഉയർപ്പിനു വേണ്ടിയാണ്. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കാനല്ല, നിങ്ങളുടെ ഒരു പുതിയ ഉയർപ്പിനു വേണ്ടിയാണ്. യേശു വ്യാപരിച്ച അതേ ശക്തിയാണ് എന്നിലും നിന്നിലും വ്യാപരിക്കുന്നത്. അവനിൽ വ്യാപരിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ലോകം അവസാനിച്ചു എന്ന് പറയുമ്പോൾ ലോകം എന്ത് വിധി എഴുതിയോ അവിടെ നിന്ന് എനിക്കൊരു ഉയർപ്പുണ്ട്. ഞാൻ കഷ്ടത എന്നെ അവസാനിപ്പിക്കാനല്ല, എന്നെ പ്രത്യക്ഷപ്പെടുത്താനാണ്. ചിലയിടങ്ങളിൽ എന്നെ നിർത്ത, ചിലയിടങ്ങളിൽ എന്നെ കൊണ്ടെത്തിക്ക, ചിലയിടങ്ങളിൽ എന്നെ നാം അനുഭവിക്കുന്നതല്ല കഷ്ടതയും നമ്മെ ഇല്ലാതാക്കാനല്ല, പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രത്യക്ഷപ്പെടുത്താൻ ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു, കർത്താവേ എനിക്ക് അന്ന് തന്ന കഷ്ടത എന്നെ തകർക്കാനല്ല, എന്നെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അവസാനിച്ചു എന്ന് പറയുന്നവരുടെ മുമ്പിൽ എന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. പറയാണ് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനവധി ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇന്ന് രാത്രി ദൈവമക്കളെ, എന്റെ ദൈവത്തിന്റെ പ്രത്യേകത ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ച ദൈവമാണ്. ഇന്ന് രാത്രി എന്നിലും നിങ്ങളിലും കൂടി എന്റെ യേശു ജീവിക്കുന്നു അവൻ തെളിയിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ! എത്ര പേർ അതിനു വേണ്ടി താല്പര്യപ്പെടുന്നു? കർത്താവേ, എന്നിൽ കൂടി അങ്ങൊന്ന് തെളിയിക്കണമേ. അങ്ങയുടെ മഹിമ കാണാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്, ആ മഹത്വം കാണാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവേ, അങ്ങ് ജീവിച്ചിരിക്കുന്നത് തെളിയിക്കുന്ന ദൈവമാണ്. മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ, അപഹസിക്കുമ്പോൾ അവരുടെ നടുവിൽ കൂടി എന്റെ നാഥൻ ജീവിക്കുന്നു എന്ന് അങ്ങ് തെളിയിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, നമ്മുടെ കഷ്ടതകൾ നമ്മെ ഇല്ലാതാക്കാനല്ല, അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നമ്മുടെ കർത്താവിനെ പറ്റി പറയുകയാണ്, ദൈവത്തിന് സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചെന്നാണ്. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നത് ഞാൻ ആ വാക്യം വായിപ്പിക്കുന്നില്ല. ദൈവം തന്നെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു. ആ കഷ്ടത വെറുതെ വന്നതല്ല, ദൈവമേൽപ്പിച്ചതാണ്. പ്രിയരെ, നാം ചില പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നത് നമ്മൾ അങ്ങനെ എത്തപ്പെട്ടതല്ല, ദൈവത്തിന്റെ നിർണയപ്രകാരം ഏൽപ്പിച്ചു കൊടുത്തതാണ്. എന്തിനു വേണ്ടിയാണ് അവരെ ഏൽപ്പിച്ചത്? ഏൽപ്പിച്ചപ്പോൾ അവർ അധർമ്മികളുടെ കയ്യിൽ അവനെ തറപ്പിച്ചു വന്നതാണ്. അത്ഭുതം ചെയ്ത ഒത്തിരി കഴിവും ദൈവത്തിന്റെ ശക്തിയും അത്ഭുതങ്ങളൊക്കെ കണ്ടവർ അവനെ കൊന്നു കളഞ്ഞപ്പോൾ അധർമ്മികൾ അവനെ തറപ്പിച്ച് കൊന്നെന്നാണ്. പക്ഷെ അടുത്ത വാക്ക് ഞാൻ ദൈവത്തോട് പറയട്ടെ, ലോകത്തിന്റെ പ്രത്യേകത അവരൊക്കെ ചിന്തിക്കുന്ന ഒരാളെ കൂടിപ്പോയ കൊല്ലാം, അല്ലേ? നമുക്കൊക്കെ പകയും വിദ്വേഷവും വൈരാഗ്യം ഒക്കെ ഉണ്ടെങ്കിൽ കൂടിപ്പോയ ഒരാളെ കൊല്ലാം, അതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വൈരാഗ്യത്തിന്റെ ഒക്കെ അവസാനം ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ എവിടെ അവസാനിപ്പിക്കുന്നോ അവിടെ എന്റെ ദൈവം തുടങ്ങും. ഇന്ന് രാത്രി എവിടം കൊണ്ട് നിങ്ങൾ അവസാനിച്ചോ അവിടെ പുതിയതൊന്ന് തുടങ്ങുന്ന ദൈവമാണ്. അവരെ അധർമ്മികളുടെ തറപ്പിച്ചു അടുത്ത വാക്യം ഇങ്ങനെയാണ്, ദൈവമോ മരണപാശങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അവരവിടെ കൊണ്ട് അവസാനിപ്പിച്ചപ്പോൾ ദൈവം പറയാ, ദൈവമോ മരണപാശങ്ങൾ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. മനുഷ്യന് കൂടിപ്പോയ കൊല്ലം അവിടെ കൊണ്ട് തീർന്നു. മനുഷ്യൻ എവിടം കൊണ്ട് അവസാനിപ്പിക്കുമോ അവിടം കൊണ്ട് പുതിയതൊന്ന് തുടങ്ങുന്നൊരു ദൈവമാണ്. ഇന്ന് രാത്രി ഞാൻ കേൾവിക്കാരായ ദൈവമക്കളോട്, ഈ സൂം പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഇന്ന് രാത്രി നിന്നിൽ കൂടി പുതിയതൊന്ന് തുടങ്ങാൻ, നിന്റെ ഭവനത്തിൽ പുതിയതൊന്ന് തുടങ്ങാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിന് ദൈവം നിന്നെയാണ് ഉപയോഗിക്കുന്നത്. നിന്നെ ഇന്ന് ഈ വേദനയിൽ കൂടി, ഈ കഷ്ടതകളിൽ കൂടി, പ്രതിസന്ധിയിൽ കൂടി കടത്തിവിടുന്നത് എന്തിനാണെന്ന് ചോദിക്കട്ടെ, നിന്നിൽ കൂടി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി ആത്മനിയോഗത്തിൽ ഞാൻ ഇങ്ങനെ പറയാ, ദൈവം നിന്നെ ഇന്ന് കഷ്ടതയിൽ കൂടി കൊണ്ടുപോകുന്നത് നിന്നിൽ കൂടി അവന് മഹത്വം വെളിപ്പെടാനുണ്ട്. ലാസറിനോട് പറയുകയാണ്, ഈ ദിനം മരണത്തിനല്ല
ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് എത്രയെന്നാണ്. ലാസറിന്റെ ദീനം ലാസറിനെ കൊല്ലാൻ വേണ്ടിയല്ലേ, ലാസറിന്റെ ദീനം ലാസറിന്റെ അവസാനമല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളൊക്കെ ദൈവത്തിനൊരു പക്ഷെ മഹത്വം എടുക്കാനായിരിക്കാം. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, ഇനി അല്പം താമസിച്ചാലും ദൈവത്തിന്റെ മഹത്വം എന്റെ ശരീരത്തിൽ വെളിപ്പെടണമെന്ന് എത്ര പേർ താല്പര്യപ്പെടുന്നു? ഞങ്ങളുടെ തലമുറകളുടെ മീതെ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ മീതെ, ഞങ്ങളുടെ ആത്മീക കൂട്ടു സഹോദരങ്ങളുടെ മീതെ, ഞങ്ങളുടെ സഭയിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടണമേ, അങ്ങയുടെ മഹത്വം വെളിപ്പെടണമേ. അങ്ങയുടെ മഹത്വം വെളിപ്പെടാനാണെങ്കിൽ ഈ തീരം കുറച്ചുകൂടി നീണ്ടാലും എനിക്ക് കുഴപ്പമില്ല. ഈ ലോകത്തിന്റെ വേദന അല്പം കൂടി കാഠിന്യപ്പെട്ടാലും കുഴപ്പമില്ല. ഞാൻ വേദനയെ മറക്കും. കാരണം എന്റെ അങ്ങയുടെ മഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ എന്റെ വേദന, ഇത്രയും സഹിച്ച വേദനയൊന്നും ഞാൻ ഇല്ലാതെയാക്കും. ഞാൻ അങ്ങ് മറന്നു കളയും. ഇന്ന് രാത്രി ദൈവമക്കളെ, ലാസർ ദീനമായി മരിച്ചു, അടക്കപ്പെട്ടു, കല്ലറയിൽ തന്നെ ഒതുക്കി. പക്ഷേ ഉയർപ്പിച്ചു കൊണ്ടുവരികയാണ്. ഉയർപ്പിച്ചു കൊണ്ടുവരുമ്പോൾ പിന്നീടുള്ളതൊന്നും എനിക്കത് ഭാരമല്ല, ദൈവത്തിൽ അമിത സന്തോഷമാണ്. നിന്റെ വേദനകളെ, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു മഹാദൈവമുണ്ട്, നിങ്ങളുടെ നിന്ദകളെ മാറ്റുന്ന ഒരു മഹാദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി എത്ര ശരീരം അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും, എത്ര ദൈവമക്കൾ അതിനു വേണ്ടി അവരുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി കഷ്ടത സഹിക്കുക, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി വേദന സഹിക്കുക, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി എന്റെ ചില പോരായ്മകൾ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അങ്ങയുടെ മഹത്വം അതിനേക്കാളൊക്കെ വലിപ്പമാണ്. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ഒരു നിമിഷം വചനത്തിന് മുമ്പാകെ അടയ്ക്കാമല്ലോ. ഇന്ന് രാത്രി എത്ര പേർ അതിനു വേണ്ടി സമർപ്പിക്കുന്നു? കഷ്ടതയ്ക്ക് ശേഷം എനിക്കൊരു പ്രത്യക്ഷതയുണ്ട്. പ്രത്യക്ഷത വാക്തത്വം എന്നെ അറിയിക്കാനാണെങ്കിൽ, വാക്തത്വം അറിയിച്ച ദൈവം എന്നെ സന്ദർശിക്കുന്ന ഒരു മഹാദിവസമുണ്ട്. മറ്റുള്ളവർ കാണുക എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകം അവസാനിച്ചു എന്ന് പറയുമ്പോൾ എന്നിൽ കൂടി പുതിയതെന്ന് തുടങ്ങുന്ന ഒരു മഹാദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് സൂം പ്ലാറ്റ്ഫോമിൽ കൂടി പങ്കെടുത്ത എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാണ്. എല്ലാവരും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യത്തിന് മേൽ ദൈവം പ്രവർത്തിക്കണമേ. അങ്ങയുടെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ ശരീരാത്മനകളെ ഏൽപ്പിക്കുകയാണ്. അങ്ങെല്ലാം നന്മയ്ക്കായി ചെയ്യും. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് റേഞ്ചിന്റെ പ്രശ്നം ഇവിടെ ഉണ്ടെന്ന് ഞാൻ യാത്രയിൽ തന്നെയാണ്, വാഹനം ഒതുക്കിയാണ് ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഞാൻ മറ്റൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന യാത്രയായിരുന്നു. എങ്കിലും സമയം ക്ഷമിക്കണമെന്ന് ദൈവത്തിൽ ഉറപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം ഐശ്വര്യമായി വഴിയാത്രയിൽ. ആമേൻ, സ്തോത്രം. നമ്മോട് വളരെ കൃത്യമായി ഹൃദയമായി വചനം സംസാരിച്ചല്ലോ. ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം പ്രത്യക്ഷനാകുന്ന ദൈവമാണ്. ദൈവം പ്രത്യക്ഷനാകുന്നത് വാഗ്ദത്തങ്ങൾ നൽകാനാണ്. വാഗ്ദത്തം നൽകുക മാത്രമല്ല, അത് നിവർത്തിക്കേണ്ടതിനെ സന്ദർശിക്കാനായിട്ട് ഇറങ്ങി വരുന്ന ദൈവമാണ്. കഷ്ടതയ്ക്ക് ശേഷം വാഗ്ദത്തങ്ങളുണ്ട്, വാഗ്ദത്ത നിവർത്തിയുണ്ട്. സ്തോത്രം. ദൈവ പ്രത്യക്ഷത അബ്രഹാമിനുണ്ടായി, ശമൂവേലിനുണ്ടായി. ആമേൻ, സ്തോത്രം. ധാരാളം ദൈവ പ്രത്യക്ഷതകൾ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവരെല്ലാം അനുഗ്രഹിക്കപ്പെടാനിടയായി. ആമേൻ. യാക്കോബിനെ ദൈവം പ്രത്യക്ഷനായി. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. പൗലോസിന് പ്രത്യക്ഷനായി. അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം. ആമേൻ. പത്രോസും യാക്കോബും യോഹന്നാനും, ഹല്ലേലൂയ, സ്തോത്രം, മരുഭൂമിമലയിൽ കർത്താവ് തിരസ്കരിക്കപ്പെട്ട് ആ ദൈവപ്രത്യക്ഷത കാണുന്നു. സ്നാനസമയത്ത് ആമേൻ പിതാവായ ദൈവത്തിന്റെ ശബ്ദം കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളിലുമുള്ള ബന്ധത്തിലും ഓരോ പ്രത്യക്ഷതകളാണ്, വ്യത്യസ്തമായ പ്രത്യക്ഷതകളാണ് കാണുന്നത്. ഇവിടെ എല്ലാം സഭയ്ക്ക് ദൂത് കൊടുക്കാൻ വന്നതാണ്. ആമേൻ. സഭയുടെ വാഗ്ദത്തങ്ങളെ ഒക്കെ പറയാനായിട്ട് വന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ സേവിക്കുന്ന ദൈവം വാഗ്ദത്തം ചെയ്തത്, വാഗ്ദത്തം തരുന്ന ദൈവമാണ്. വാഗ്ദത്തം സന്ദർശിച്ച് നിവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ചില കഷ്ടതകളുണ്ട്, ആമേൻ, ചില രോഗങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അതൊന്നും കണ്ട് ഭയപ്പെടരുത്. പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്കുമുണ്ട്, കേൾക്കുന്ന ദൈവമക്കൾക്കുമുണ്ട്. പക്ഷേ അതിനപ്പുറത്താണ് പ്രത്യാശ, അതിനപ്പുറത്താണ് ദൈവപ്രവൃത്തി, അതിനപ്പുറത്താണ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എന്നുള്ള വിശ്വാസത്തിൽ, ധൈര്യത്തിൽ ആമേൻ നമുക്ക് മുന്നേറാം. രാത്രിയിൽ ഐശ്വര്യമായി വചന ശുശ്രൂഷ ദാസന്
പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും സൂമിൽ നിന്ന് വീഡിയോയിൽ നിന്ന് അങ്ങ് മാറുക. സ്തോത്രം. ദൈവമായ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ദൈവങ്ങൾ ഞങ്ങളെ താഴ്ത്തി സ്തോത്രത്തോട് വരവേൽപ്പിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി വചനത്തിനായി സ്തുതിക്കുന്നു. നിന്റെ ദാസനെ ദാസിയെ കുടുംബമായവരെ അനുഗ്രഹിച്ചാട്ടെ. അവരുടെ ശുശ്രൂഷകളെ ആദരിച്ചാട്ടെ. അവർ കാണിച്ച നല്ല മനസ്സിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ഈ മീറ്റിംഗ് വീണ്ടും പുനരാരംഭിപ്പാൻ ആത്മാവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ചില മക്കളെ അനുഗ്രഹിച്ചാട്ട് ഇന്ന് രാത്രി സംബന്ധിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാരുടെ കുടുംബങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. സമൃദ്ധിയായ ഒരു അനുഗ്രഹം എല്ലാവരുടെ മേലും ഈ ദിവസങ്ങളിൽ ദൈവം അയക്കണമേ. ചിലരുടെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ആഴ്ചകളാക്കി, മാസങ്ങളാക്കി ആമേ ദൈവം മാറ്റണം. ആണ്ടുകൾ കഴിയും മുമ്പേ ഇതിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കേണ്ടതിനായി, അതിനെ വെളിപ്പെടുത്തേണ്ടതിനായി, ക്രോധത്തിങ്കൽ കരുണ ഓർക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ആമേ സ്വർഗീയ ദർശനം ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകും. സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കും. പ്രഭാതത്തിൽ ആമേ ശക്തിയോടെ ഉണർന്നെഴുന്നേൽക്കാൻ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തും. മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വാസപ്രിയ നമ്മെ വഴിനിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും അനുഗ്രഹങ്ങളും നമ്മോടുകൂടെയും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും ശേഷാൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവദാസന്മാരോടും ദൈവമക്കളോടും അതിന് ശുശ്രൂഷിച്ച കർത്താവദാസനോടും കുടുംബത്തോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മഹാനരൻ നമുക്ക് ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. എല്ലാവർക്കും പ്രത്യേകം നന്ദി. പ്രത്യാഴ്ച നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കാം. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കാനായിട്ട് ഓർപ്പിക്കാം. സ്തോത്രം.